ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിൻ്റെ മുഹൂർത്തത്തിലേക്കാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വാക്യം ആലങ്കാരികമായി തോന്നാവുന്നതാണ്. എത്രയോ വട്ടം നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങളിലും ചർച്ചകളിലുമൊക്കെ ആവർത്തിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പുതുതായി എന്തെങ്കിലും സൂചിപ്പിക്കുന്നതായോ ആ വാക്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അത്രയും ഗൗരവം ആ വാക്യത്തിന് ഉള്ളതായോ പുറമേക്ക് അനുഭവപ്പെടണമെന്നില്ല. പക്ഷേ വാസ്തവത്തിൽ ഒരുപക്ഷെ ആ വാക്യത്തിന് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കഴിഞ്ഞ ആഴമുള്ള ഗൗരവമേറിയ ഒരു സന്ദർഭത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന സന്ദർഭമാണ് എന്ന വാക്യം പതിനായിരക്കണക്കിന് വേദികളിൽ പലപാട് ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭത്തെയോ അത്തരമൊരു സാമാന്യ സ്വഭാവത്തെയോ ആണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് കരുതാൻ എളുപ്പമാണ്. പക്ഷേ അങ്ങനെയല്ല. പല പ്രകാരങ്ങളിൽ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഉടനീളം അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കണ്ടെടുക്കാനും കഴിയും. ഇതേക്കുറിച്ചുള്ളൊരു ആലോചനയുടെ ഒരു പ്രാരംഭം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രവർത്തന ക്രമത്തിലേക്ക് തന്നെ നോക്കാവുന്നതാണ്. സമീപ ദിവസങ്ങളിൽ സ്വതന്ത്ര ഇന്ത്യയിലെ പാർലമെൻറ്റിൻ്റെ പ്രവർത്തന ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ വളരെയധികം വിശദാംശങ്ങളിലേക്ക് കടക്കാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സ്വതന്ത്ര ഭാരതത്തിലെ 17 ലോകസഭകളിൽ ഏറ്റവും കുറഞ്ഞ പ്രവർത്തന സമയമുള്ള ലോകസഭയായിരുന്നു 17ാമത്തേത്. ആദ്യകാലങ്ങളിൽ അത് പ്രതിവർഷം ശരാശരി 150 ദിവസങ്ങൾ വരെ ഒരു വർഷം സമ്മേളിക്കുന്ന നിലയിലേക്കും പാർലമെൻ്ററി ചർച്ചകൾ നടക്കുന്ന നിലയിലേക്കും വളർന്നിരുന്നു എങ്കിൽ 17ാം ലോകസഭ എത്തുമ്പോൾ അത് 50-ൽ താഴെ ദിവസങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 700 മണിക്കൂറോളം ചർച്ച ചെയ്തിരുന്ന ബജറ്റ് ഒന്നാം ലോകസഭയിലും രണ്ടാം ലോകസഭയിലുമൊക്കെ 700-750 മണിക്കൂറുകൾ ബജറ്റ് ചർച്ചയ്ക്കായി നീക്കി വച്ചിരുന്നുവെങ്കിൽ 16ഉം 17ഉം ലോകസഭകളിൽ അത് 80-90 മണിക്കൂറുകളായി ചുരുങ്ങിയ കാര്യം ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, പാർലമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഔപചാരികമായ ഒരു ഭൂരിപക്ഷ പരിശോധനയുടെ മാത്രം കേന്ദ്രമായി തീരുകയും അതിനപ്പുറം ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ ആലോചനകളുടെ ആശയാവലികളുടെ രൂപപ്പെടലോ അവയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണമോ എന്ന ജനാധിപത്യത്തിൻ്റെ വിപുലമായ തത്വങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാത്ത നിലയിലേക്ക് പാർലമെൻ്ററി സംവിധാനങ്ങൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പാർലമെൻറ്റ് എന്നത് വാസ്തവത്തിൽ ഭൂരിപക്ഷം പരിശോധിക്കാനും ഭൂരിപക്ഷപ്രകാരം എന്തും തീരുമാനിക്കാനുമുള്ള ഒരു വേദിയല്ല. ഭൂരിപക്ഷം എന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളിലൂടെ നിലവിൽ വരേണ്ട ഒന്നായിട്ടാണ് പാർലമെൻറ്റ് കാണുന്നത്. അതുകൊണ്ട് ജയിച്ചവർക്കെന്ന പോലെ ഭൂരിപക്ഷത്തിനെന്ന പോലെ ന്യൂനപക്ഷത്തിൻ്റെയും അവകാശങ്ങൾ പാർലമെൻറ്റിൽ പരിപാലിക്കപ്പെടുക എന്നത് ജനാധിപത്യത്തിൻ്റെ സുപ്രധാനമായ ഒരു തലമാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപപ്പെട്ട സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളാവേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുകയും നീക്കിവയ്ക്കപ്പെട്ട കുറേയേറെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്ത സമയത്ത് ആദ്യ സമ്മേളനത്തിൽ തന്നെ ഡോക്ടർ രാജേന്ദ്രപ്രസാദ്, അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്രപ്രസാദ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിൽ ഇരിക്കേണ്ടവർ ഉന്നയിക്കാനിടയുള്ള അഭിപ്രായങ്ങളെ കൂടി പരിഗണിച്ചു കൊണ്ടുവേണം അവരുടെ അഭാവത്തിലും അവരുടെ വീക്ഷണപരമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മൾ നിയമനിർമ്മാണം നടത്തേണ്ടത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അന്ന് രാജേന്ദ്രപ്രസാദ് പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് കേവലമായ ഭൂരിപക്ഷം കൊണ്ട് എന്തും തീരുമാനിക്കാവുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരല്ല പാർലമെൻറ്റ് എന്നത്. അത് വിപുലമായ ചർച്ചകളിലൂടെ പരസ്പര സംവാദങ്ങളിലൂടെ വ്യത്യസ്ത വീക്ഷണങ്ങളെ സ്വാംശീകരിച്ച് അതിലൂടെ നിയമനിർമ്മാണത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വേദിയാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതാണ്. എന്നാൽ ആ സ്ഥിതിയിൽ നിന്ന് മാറി
ഒരു വർഷം ശരാശരി 150 ദിവസം വരെ സമ്മേളിച്ചിരുന്ന നിലയിൽ നിന്ന് 50-ൽ താഴെ ദിവസങ്ങൾ മാത്രം സമ്മേളിക്കുന്ന സ്ഥിതി ഉണ്ടാവുക. ഈ 50-ൽ താഴെ ദിവസങ്ങളിൽ തന്നെ ഭൂരിപക്ഷവും ദിവസങ്ങളും പലതരത്തിലുള്ള തർക്കങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടാവുക. സമ്മേളിക്കുന്ന സമയം തന്നെ കേവല ഭൂരിപക്ഷം എന്ന യുക്തിയിൽ ചെന്ന് അവസാനിക്കുക. ഇങ്ങനെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ തകർക്കപ്പെടുന്ന സ്ഥിതി നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് കാണാൻ കഴിയും. 90-കൾക്ക് ശേഷം പടിപടിയായി ഈ പ്രവണത വർദ്ധിച്ചു വന്നിരുന്നു എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തകർച്ചയുടെ അതിരൂക്ഷമായ ആവിഷ്കാരമായിരുന്നു എന്ന് ആ കണക്കുകൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യം ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള അടിസ്ഥാന 3 ഘടകങ്ങൾ, അത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയാണെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെയും ജുഡീഷ്യറിയുടെയും നിർണായകമായ ഇടം ചുരുങ്ങി വരികയും എക്സിക്യൂട്ടീവ് ആ ഇടങ്ങളിലേക്കൊക്കെ കൂടുതൽ കടന്നു കയറുകയും ചെയ്യുന്നതിൻ്റെ ചിത്രവും നമുക്ക് കാണാൻ കഴിയും. എപ്പോഴാണോ ഭരണനിർവഹണ വിഭാഗം നീതിന്യായ സംവിധാനത്തെയും നിയമനിർമ്മാണ സഭകളെയും മറികടക്കുന്നത്, അപ്പോൾ ഏകാധിപത്യത്തിൻ്റെ, സ്വേച്ഛാധിപത്യത്തിൻ്റെ, ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മുദ്രകൾ തെളിഞ്ഞു തുടങ്ങുന്നു എന്ന് ലോകത്ത് ഭരണഘടനാ പണ്ഡിതന്മാരും സാമൂഹ്യശാസ്ത്ര ചിന്തകന്മാരും എത്രയോ വട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ സംവിധാനത്തെ നോക്കിയാൽ മാധ്യമങ്ങളെന്ന് പറയുന്ന സംവിധാനം, സ്ഥാപന രൂപങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭരണകൂടത്തിൻ്റെ പിന്നണിപ്പാട്ടുകാർ മാത്രമായി തീരുകയും ഭരണകൂട വിമർശനമെന്നത് മാധ്യമമണ്ഡലത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. ജനാധിപത്യത്തിൻ്റെ കാവലാളെന്ന് സങ്കല്പിക്കപ്പെടുന്ന മാധ്യമ മണ്ഡലം ഏതാണ്ട് മൂലധനത്തിൻ്റെയും വർഗീയതയുടെയും പിന്നണിപ്പാട്ടുകാർ മാത്രമായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞു. പാർലമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഔപചാരിക സഭ മാത്രമായി അവശേഷിക്കുകയും പ്രധാന ഭരണാധികാരികൾ പാർലമെൻ്ററി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് എത്രയോ കുറഞ്ഞ സമയമാണ് എന്നത് നാം കാണുകയും ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ സംവിധാനങ്ങൾ വരെ അതിൽ നിക്ഷിപ്തമായ ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം എന്ന അടിസ്ഥാന കാര്യങ്ങളിൽ പോലും പലപ്പോഴും ഉദാസീനത പുലർത്തുന്നതോ വിട്ടുവീഴ്ച ചെയ്യുന്നതോ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ 1991 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമപ്രകാരം തന്നെ 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ഏത് രൂപത്തിലാണോ നിലനിന്നിരുന്നത് അതേ രൂപത്തിൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ നിലനിൽക്കണം എന്ന് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിരുന്നു. ബാബറി മസ്ജിദിന് മാത്രമാണ് 91 നിയമനിർമ്മാണം ഒരിളവ് ഇക്കാര്യത്തിൽ അനുവദിച്ചത്. അങ്ങനെ 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ഏതു പ്രകാരത്തിലാണോ അതേ പ്രകാരത്തിൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നിലനിൽക്കെ തന്നെയാണ് നമ്മുടെ കോടതികളിൽ ഒന്ന് ഗ്യാൻവാബി പള്ളിയിൽ ആരാധന നടത്താനായി ഒരു മതവിഭാഗത്തിന് അനുവാദം നൽകുകയും ആ അനുവാദം നൽകിയത് പുനഃപരിശോധിക്കാൻ അലഹബാദ് ഹൈക്കോടതി തയ്യാറാവാതിരിക്കുകയും ഒക്കെ ചെയ്തത്. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ അനുവാദം നൽകിയതോ കാശ്മീരിൻ്റെ സവിശേഷാവകാശങ്ങൾ എടുത്തു കളഞ്ഞ നടപടിയെ ശരിവയ്ക്കുന്നതോ ഒക്കെയായ കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത് അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനോ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്വം 100% പാലിക്കാനോ പലപ്പോഴും നമ്മുടെ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നതാണ്. അങ്ങനെ നോക്കിയാൽ പാർലമെൻറ്റ്, ജുഡീഷ്യറി, അതുപോലെ എക്സിക്യൂട്ടീവ്, ഈ 3 സംവിധാനങ്ങളിൽ പാർലമെൻറ്റിൻ്റെയും ജുഡീഷ്യറിയുടെയും അധികാരപരിധികൾ വലിയ തോതിൽ ദുർബലപ്പെടുകയും എക്സിക്യൂട്ടീവ് പരമാധികാര സ്ഥാനത്തേക്ക് കൂടുതലായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ നമുക്കിത് കാണാൻ പറ്റും. UGC പോലെ ഒരു സ്ഥാപനം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങളെക്കാൾ വലുതാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ഇന്ത്യ വിഭാവനം ചെയ്ത ഫെഡറൽ സംവിധാനത്തെ ഏതാണ്ട് പൂർണ്ണമായി തകർക്കുകയും
അമിതാധികാരപരമായ ഒരു കേന്ദ്രീകരണം എല്ലാ ദിശകളിലും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കുറക്കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്, ചെറിയ തോതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് എത്തുകയും ഏതാണ്ടൊരു ഫാസിസ്റ്റ് പ്രകൃതമുള്ള ഭരണ സംവിധാനത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടും കണ്ടു തുടങ്ങുന്നതും നമുക്ക് വളരെ ദൃശ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിന് സമാനമായ സ്ഥിതിവിശേഷം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലും ഉണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ദേശീയത എന്ന ആശയത്തെ രൂപപ്പെടുത്തിയത് മതത്തെ മുൻനിർത്തിയുള്ള ആലോചനകളായിരുന്നു എങ്കിൽ, പ്രത്യേകിച്ചും ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായും ഒക്കെ നേതൃത്വം നൽകിയ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലെ ദേശീയതാ സങ്കല്പം മതത്തെ മുൻനിർത്തുന്നതായിരുന്നു എങ്കിൽ, അവിടെ നിന്ന് മതനിരപേക്ഷമായ ജനാധിപത്യപരമായ ജനകീയമായ ഒരു ദേശീയതാ സങ്കല്പത്തെ 1920-കൾ മുതൽ നാം വികസിപ്പിച്ചെടുക്കുകയും ആ ദേശീയതാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഭരണകൂടത്തിൻ്റെ സ്വഭാവം നിർവചിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചൊരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ സാമൂഹിക നീതി, മതനിരപേക്ഷത, ജനാധിപത്യം, സാഹോദര്യ ഭാവന ഇവയെല്ലാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ആധാര തത്വങ്ങളായി ഭാവന ചെയ്യപ്പെട്ടിരുന്നു. ഇവയെല്ലാം തന്നെ സമ്പൂർണ്ണമായി വെല്ലുവിളിക്കപ്പെടുന്ന സ്ഥിതിയാണ് നാം ഇപ്പോൾ കാണുന്നത്. സാമ്പത്തിക സമത്വം എന്നത് ഭരണഘടനയുടെ വിശാല ലക്ഷ്യങ്ങളിലൊന്നായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും ഭീമാകാരമായ അസമത്വമുള്ള സമൂഹമായി ഇന്ത്യ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉദാരീകരണത്തിന് ശേഷമുള്ള ആഗോള അസമത്വത്തിൻ്റെ വ്യാപനം നോക്കിയാൽ അതിൽ അസമത്വം ഏറ്റവും ശക്തിപ്പെട്ട സമൂഹമാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ മതവിദ്വേഷത്തിൻ്റെ, വർഗീയതയുടെ, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒക്കെ പ്രകൃതം പരിഗണിച്ചാൽ നാം ഏത് തരത്തിലുള്ള സാമൂഹ്യ ജീവിതമാണോ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിൻ്റെ നേർവിപരീതമായൊരു ദിശയിലേക്ക് രാഷ്ട്രം നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭരണഘടനയിൽ മതനിരപേക്ഷത ഒരു ഔപചാരിക തത്വമായി നിലനിൽക്കെ തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തല്ലി തകർത്ത് അവിടെ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം പണിയുന്ന നടപടിക്ക് കോടതി അംഗീകാരം നൽകുന്നു. ആ പണിയുന്ന പ്രക്രിയയ്ക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുന്നു. പണിത ആരാധനാലയം പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ഭരണഘടന മതനിരപേക്ഷമായിരിക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണമായ പ്രാതിനിധ്യം, അതായത് രാജ്യസഭയുടെയും ലോകസഭയുടെയും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രാതിനിധ്യാവകാശമുള്ള ഒരേ ഒരാളായി രാഷ്ട്രപതി മാത്രം നിലനിൽക്കെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് രാഷ്ട്രപതി ഒഴിവാക്കപ്പെടുകയും പകരം മദ്രാസിൽ നിന്ന് കെട്ടിച്ചമന്നു കൊണ്ടുവന്ന കുറേ സന്യാസിമാരും അവരുടെ മധ്യകാല രാജാധികാരത്തിൻ്റെ, നാടുവാഴുത്തത്തിൻ്റെ അശ്ലീലമയമായ അവശിഷ്ടാധികാരം എന്ന് പറയാവുന്ന ചെങ്കോല് നമ്മുടെ പാർലമെൻറ്റിൽ സ്ഥാനം നേടുകയും ചെയ്യുന്നത് നാം കാണുന്നു. അങ്ങനെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെയും അത് ജന്മം നൽകിയ ഭരണഘടനാ സങ്കല്പങ്ങളെയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ നാം ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ വലിയ പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മഹിമയുറ്റൊരു പാരമ്പര്യത്തെ എത്രത്തോളം നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നതാണ് വാസ്തവത്തിൽ ഈ സന്ദർഭം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. അതിനുള്ള ഉത്തരം നൽകാൻ ജനാധിപത്യവാദികളായ, മതനിരപേക്ഷതയ്ക്കും സാമൂഹ്യ നീതിക്കും സമത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ജനവിഭാഗം എന്ന നിലയ്ക്ക് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മുടെ സാമൂഹ്യ ഉണർവിന് കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നാം വച്ചു പുലർത്തേണ്ടത്. അതിനുള്ള വലിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട ഒരു സന്ദർഭമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ദീർഘമായൊരു ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ രാഷ്ട്രം ഒരു ബഹുസ്വര പാരമ്പര്യത്തിൻ്റെ
ഉടമയായി വികസിച്ചു വന്നത് എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ ബഹുസ്വര പാരമ്പര്യവും അത് നേരിടുന്ന വെല്ലുവിളിയുമാണ് എന്ന് പറയാം. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഷയുടെയോ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ മാത്രം അടിത്തട്ടിൽ വളർന്നതോ വികസിച്ചതോ ആയ ഒരു സമൂഹമല്ല ഇന്ത്യയിലേത്. മറിച്ച് വിവിധങ്ങളായ ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ജീവിതശൈലികൾ ഒക്കെ ഇവിടേക്ക് പല കാലങ്ങളിൽ കടന്നു വരികയും അവയൊക്കെ തമ്മിൽ കലർന്ന് അത് ഒരു ബഹുസ്വര സമൂഹമായി പരിണമിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ സുദീർഘമായ ചരിത്രം തന്നെ നാനാവിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങളുടെ കടന്നുവരവുകളുടെയും കുടിയേറ്റങ്ങളുടെയും കൈമാറ്റങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും ചരിത്രമാണ്. ഈ കൈമാറ്റങ്ങളും കൊടുക്കൽ വാങ്ങലുകളുമാണ് വാസ്തവത്തിൽ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ രൂപപ്പെടുത്തിയത്. നാം നമ്മുടെ ഒരു ഭൂതകാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വലിയ തോതിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് അവയിൽ ശക്തമായി നിലനിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. ചൈനീസ് പാരമ്പര്യത്തിൽ നിന്നോ ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നോ അറബികളിൽ നിന്നോ പേർഷ്യക്കാരിൽ നിന്നോ ഒക്കെ പല കാലങ്ങളിലായി കൈവന്ന ജീവിതമുദ്രകളെ പലതരത്തിൽ സ്വാംശീകരിച്ചുകൊണ്ടും അവയെ പരിഷ്കരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് പറ്റുന്ന മട്ടിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് ഒരു നാഗരികത എന്ന നിലയിൽ നമ്മുടെ സംസ്കാരം വികസിച്ചു വന്നത്, അതിൻ്റെ അടിപ്പടവുകൾ വികസിച്ചു വന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ വർഗീയവാദികൾ ഏറ്റവും ശക്തമായി തകർക്കാനും എതിർക്കാനും ആഗ്രഹിക്കുന്ന മധ്യകാല ജീവിത സംസ്കൃതി, പ്രത്യേകിച്ചും ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനം മുതൽ ഉള്ള 6-7 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലുണ്ടായ എല്ലാ കുതിച്ചുചാട്ടങ്ങളും അധിനിവേശത്തിൻ്റെതാണ്, ആക്രമണത്തിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഹൈന്ദവ വർഗീയവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുഗൾ രാജാക്കന്മാരുടെ പേര് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു, ആ കാലത്തിൻ്റെ അടയാളങ്ങളെ മുഴുവൻ മാച്ചു കളയാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നിർബാധം നടക്കുന്നു. അക്ബറുടെ അടക്കം പേര് ഇല്ലാതാക്കണമെന്ന് വാദിക്കുകയും 1200 ആണ്ടിനെ അധിനിവേശത്തിൻ്റെ ആരംഭവർഷമായി പ്രഖ്യാപിക്കണമെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇന്ന് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. കോടതികളിൽ അത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസുകൾ വരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഈ മധ്യകാലം എന്ന് വിളിച്ച വർഗീയവാദികൾ മുസ്ലിം അധിനിവേശകാലം എന്ന് അധിക്ഷേപിക്കുന്ന ഈ കാലമാണ് വാസ്തവത്തിൽ ഭാരതീയമെന്ന് നാം ഇന്ന് വിളിച്ചു പോരുന്ന വലിയ പാരമ്പര്യങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും ജന്മം നൽകിയത്. നമ്മുടെ ക്ലാസിക്കൽ കലകളെന്ന് നമ്മൾ കരുതുന്ന കർണാടക സംഗീതമാകട്ടെ, ഹിന്ദുസ്ഥാനിയാകട്ടെ, ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എന്ന് കരുതുന്ന കഥകളിയോ മോഹിനിയാട്ടമോ ഭരതനാട്യമോ കഥക്കോ ഒഡീസിയോ മണിപ്പൂരിയോ പോലുള്ള നൃത്തരൂപങ്ങളാകട്ടെ, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രാദേശിക ഭാഷകളും മലയാളമടക്കം, മലയാളവും ബംഗാളിയും മറാത്തയും കന്നഡയും അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളുമാകട്ടെ, ഭക്തിപ്രസ്ഥാനമടക്കമുള്ള ജനകീയമായ ഉണർവുകളാകട്ടെ, ഇതെല്ലാം രൂപപ്പെട്ടത് ഈ മധ്യകാലത്താണ്. എന്നിരിക്കെ ഇവയെ മുഴുവൻ അധിനിവേശത്തിൻ്റെ അടയാളങ്ങളായി കാണുകയും ഇവയെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. ഇതിനെല്ലാമുള്ള, അതായത് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അതിസമ്പന്നമായ ഈ പാരസ്പര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ചരിത്രത്തെ റദ്ദാക്കാൻ പോകുന്ന മട്ടിലുള്ള കേവല ഭൂരിപക്ഷവാദമായി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു ഭൂരിപക്ഷ ഹിതത്തിൻ്റെ കേവലമായ നടത്തിപ്പല്ല, മറിച്ച് ഈ വ്യത്യസ്തതകൾക്ക് നിലനിൽക്കാൻ ഇടം കൊടുക്കലാണ്, വ്യത്യസ്തതകളെ പരിപാലിക്കലാണ്, അവയുടെ അന്യോന്യാശ്രിതമായ നിലനിൽപ്പിനെ ഉറപ്പുവരുത്തലാണ്. ഇതിനുതകുന്ന മട്ടിൽ നമ്മുടെ ഭരണ സംവിധാനത്തെ ക്രമപ്പെടുത്താൻ കഴിയുമോ? ഇതിനുതകുന്ന മട്ടിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടനയെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഒരുപക്ഷെ മറ്റൊരു കാലത്തും നമ്മുടെ കാലത്ത് ഇപ്പോൾ ഉയർന്നു വരുന്നത് പോലെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ജനാധിപത്യം എന്നത് എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രാതിനിധ്യത്തിൻ്റെ രീതിയാകുന്നതിന് പകരം അതിന് നേർവിപരീതമായ നിലയിൽ ഒരു വിഭാഗത്തെ ഒഴിച്ചു നിർത്തുന്നതിനുള്ള, ഒഴിവാക്കുന്നതിനുള്ള, തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്നതിനുള്ള ഉപകരണമായി തെരഞ്ഞെടുപ്പ് മാറിത്തീരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് എന്ന തത്വത്തിൻ്റെ സമ്പൂർണമായ തലതിരിയലാണത്. നാം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തതകൾ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യപ്പെടണം എന്നർത്ഥത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഉണ്ടാകുന്ന സമയത്ത് അംബേദ്കറെ പോലെ ഒരാളെയോ ശ്യാംപ്രസാദ് മുഖർജിയെ പോലുള്ള ആളുകളെയോ അവർ സ്വാഭാവികമായി തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയില്ലാത്ത സന്ദർഭങ്ങളിൽ അവരെ കൂടി തിരഞ്ഞെടുത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ കേൾക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ച ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ പാക് വിഭജന സമയത്ത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത കിഴക്കൻ ബംഗാൾ പ്രദേശം പാകിസ്ഥാൻ്റെ ഭാഗമായപ്പോൾ അതിന് പകരം അദ്ദേഹത്തെ ബോംബെയിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുത്ത് അദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തിച്ചത്. അതിൻ്റെ പിന്നിലെ തത്വം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷമല്ല, വ്യത്യസ്തതകളുടെ ശബ്ദം കേൾക്കുക, വ്യത്യസ്തതകളെ നിലനിൽക്കാൻ അനുവദിക്കുക, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുക എന്നതാണ്. ആ നിലയിൽ ജനാധിപത്യം എന്നത്, അംബേദ്കർ ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ജനാധിപത്യം കേവല ഭൂരിപക്ഷമല്ല, മറിച്ച് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം. അതുകൊണ്ട് ഭൂരിപക്ഷ ഹിതം നടപ്പാകുന്നു എന്നതിലല്ല, മറിച്ച് ഭൂരിപക്ഷ ഹിതത്തിനെതിരായ നിലപാടുകൾക്ക് എത്രത്തോളം ഇടമുണ്ട് എന്നതിലാണ് ഒരു സമൂഹം ജനാധിപത്യപരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം കുടികൊള്ളുന്നത്. വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഈ ഭൂരിപക്ഷ ഹിതം മാത്രം ജനാധിപത്യമായി തീരുകയും ഭൂരിപക്ഷത്തിൽ നിന്ന് ഭിന്നമായ എല്ലാ വീക്ഷണങ്ങളെയും എല്ലാ തരത്തിലും അദൃശ്യവൽക്കരിക്കുകയും ഒഴിച്ചു മാറ്റുകയും തെരഞ്ഞെടുത്ത് തന്നെ അവയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു യുക്തിയായി നമ്മുടെ ജനാധിപത്യ പ്രക്രിയ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ മറയിലൂടെ ഫാഷിസത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് അതിലടങ്ങിയിട്ടുള്ളത്. ആ നിലയിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ അതിദീർഘമായ ബഹുസ്വര പാരമ്പര്യത്തെയും വർത്തമാന സമൂഹത്തിൽ ഇന്ത്യയിലെ ബഹുസ്വരമായ ജീവിത രീതികളെയും അടിമുടി നിരാകരിക്കുന്ന ഒരു ഏകാധിപത്യ യുക്തി, ഫാഷിസ്റ്റ് പ്രവണത നമ്മുടെ ഭരണനിർവഹണത്തിൽ അതിഭീമമായി പിടിമുറുക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ ചെറുക്കുക എന്നതുകൂടി വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൻ്റെ വലിയ ഒരു ആവശ്യമായി മാറുന്നുണ്ട്. ആ നിലയിലാണ് ജനാധിപത്യം എന്നത് അതിൻ്റെ വിശാലാർത്ഥത്തിലുള്ള ഒരു വെല്ലുവിളിയെ നമുക്ക് മുമ്പിൽ ഉയർത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്.